നമ്മളിന്ന് ശശി തരൂരിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിവാദമായി കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ കേരളത്തിൻ്റെ കേരളത്തിൽ വ്യവസായങ്ങൾക്ക് സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പുകഴ്ത്തി എഴുതുകയുണ്ടായിരുന്നു. ഇത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾ തന്നെ ഇത് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദി അമേരിക്കയിൽ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ പുകഴ്ത്തിയും ശശി തരൂർ പ്രസ്താവന ഇറക്കുകയുണ്ടായി. രണ്ട് വിഷയവും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോ പ്രസ്താവനകളെ വേറെ വേറെ തന്നെ ചർച്ച ചെയ്യാൻ തോന്നുന്നു. ആദ്യം കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പത്രത്തിൽ ലേഖനം എഴുതിയത്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഇങ്ങനെയൊക്കെ വികസനം വരുന്നു എന്നതിന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് ട്രോളുന്നുണ്ടെങ്കിലും പക്ഷേ കേരളത്തിൻ്റെ മാറുന്നൊരു സാഹചര്യത്തെ ഒരു മുടന്തൻ ആനയിൽ നിന്ന് കുതിക്കുന്ന ഒരു പുലി എന്ന രൂപത്തിലൊക്കെ തലക്കെട്ടിട്ട് നന്നായി പുകഴ്ത്തി വ്യവസായ മന്ത്രിയുടെ 2 മിനിറ്റ് കൊണ്ട് കേരളത്തിലൊരു പുതിയ വ്യവസായം തുടങ്ങാം എന്ന രീതിയിലുള്ള പരാമർശത്തെയൊക്കെ നന്നായി പുകഴ്ത്തി അദ്ദേഹം എഴുതുന്നു. അതിനെ ഇപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ള മുരളീധരൻ അടക്കമുള്ളവർ അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശശി തരൂർ ആദ്യമായിട്ടല്ല കേരളത്തിലെ ഈ LDF മിനിസ്ട്രിയുടെ കാലത്തെ വ്യവസായ അല്ലെങ്കിൽ വാണിജ്യ വ്യവസായ നയങ്ങളെ പ്രകീർത്തിക്കുന്ന ആദ്യമായിട്ടല്ല. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത് ലുലു മാളിൻ്റെ ഉദ്ഘാടന സമയത്താണ്. അവിടെ ലുലു മാളിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂരും ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുകയോ അങ്ങനത്തെ ഒരു പരേഡായിരുന്നു അവിടെ നടന്നത്. അതിനുശേഷമാണ് ഉദ്ഘാടനം. ആ ഉദ്ഘാടന ചടങ്ങിൽ കേരളം മാറിക്കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പിന്നീട് പല ഘട്ടങ്ങളിലും അദ്ദേഹം വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺട്രവേഴ്സ്യലായിട്ടുള്ള കമൻസ് നടത്തുന്നുണ്ട്. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കെ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന സംവിധാനത്തെ കുറെ കൂടെ പ്രകീർത്തിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മളിതിനെ കാണണം. വ്യവസായ നയം എന്ന് പറയുമ്പോൾ കേരളത്തിൽ വ്യവസായം തുടങ്ങുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നൊരു കാലം നമുക്കറിയാം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ പലതരത്തിലുള്ള ലൈസൻസിങ് രാജ് ഇവിടെ നിലനിന്നിരുന്നു. ലൈസൻസിങ് രാജ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു പരാമർശമാണ്. ലൈസൻസിങ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അതൊരു വ്യവസായം തുടങ്ങണമെങ്കിൽ പല ഇപ്പോൾ ലോക്കൽ ബോഡിയിൽ നിന്ന് വേണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് വേണം, പരിസ്ഥിതി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് വേണം, അങ്ങനെ പല തട്ടിലുള്ള വ്യവസായ അനുമതികൾ വാങ്ങേണ്ടിയിരുന്നൊരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. ഈ ലൈസൻസിങ് രാജ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നൊരു പണി ആദ്യമായിട്ട് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്തു എന്ന് പറയുന്ന ഭരണകൂടം എന്ന് പറയുന്നത് 1991 അധികാരത്തിൽ വന്ന നരസിംഹറാവു സർക്കാരാണ്. ആ സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് ഈ പറയുന്ന ലൈസൻസിങ് രാജ് എന്ന് പറയുന്ന ലൈസൻസിങ് രാജ് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിൽ തന്നെയാണ്. ലൈസൻസിങ് രാജ് എന്നുള്ളൊരു വിശേഷണം അത്ര എന്താ പറയുക ആപ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതിനെ അവസാനിപ്പിച്ചു. വ്യവസായങ്ങൾ തുടങ്ങാൻ പാകത്തിനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന ആ സർക്കാരാണ്. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഈ പറയുന്ന വ്യവസായങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ തുടങ്ങാൻ പാകത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, നിയമവ്യവസ്ഥകൾ മാറ്റുന്നത്, ചട്ടങ്ങൾ മാറ്റുന്നതൊക്കെ. അതിൻ്റെ തുടർച്ചയെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1996 അധികാരത്തിൽ വരികയും 2001 വരെ നിലനിൽക്കുകയും ചെയ്ത EK നായനാർ മന്ത്രിസഭയിൽ സുശീല ഗോപാലനായിരുന്നു അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി. അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറയുന്ന സംവിധാനം ഏർപ്പാടാക്കുന്നത്. അതൊരു വ്യവസായത്തിന് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ജാലകത്തിലൂടെ ക്ലിയറൻസ് കിട്ടും എന്ന് പറയുന്നൊരു സംവിധാനം കൊണ്ടുവരുന്നത് അവരാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു നേട്ടമായിട്ട് നമ്മൾ ഉദ്ഘോഷിക്കുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ചരിത്രം മനസ്സിലാക്കണം. അപ്പോൾ അന്ന് തുടങ്ങി, ഒരുപക്ഷെ മൻമോഹൻ സിംഗ് തുടങ്ങിയ കാലത്ത് തന്നെ കേരളത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അതിനെ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് 1999 2001 മുതൽ 2006 വരെ AK ആന്റണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ AK ആന്റണി ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് വികസനത്തിൻ്റെ അവസാനത്തെ ബസ്സാണിത്, ലാസ്റ്റ് ബസ്സാണെന്നാണ് AK ആന്റണി അന്നും ത്രൂ ഔട്ട് ദ
ടെന്യൂർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് പാകത്തിന് നയങ്ങൾ മാറണം, നിയമങ്ങൾ മാറണം എന്ന് ദീർഘമായി ഉദ്ഘോഷിച്ചിരുന്നു അന്ന് AK ആൻ്റണി. ആ കാലത്ത് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന 2006 മുതൽ 2011 വരെ അധികാരത്തിൽ നിന്ന് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കേട്ടതെന്താ, അന്ന് എളവനഗരിയുമായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി. AK ആൻ്റണി അപ്പോഴത്തേക്കും പ്രതിരോധ വകുപ്പിന് ചുമതലയായിട്ട് കേന്ദ്രത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളവും കേന്ദ്രവും ഭയങ്കരമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിൽ വ്യവസായ സ്ഥാപനങ്ങൾ ഇതാ വരുന്നു. അന്ന് എളമരം കരുവിനെ ഏറ്റവും അധികം പ്രശംസിച്ച ആൾ AK ആൻ്റണി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും പ്രതിരോധ മന്ത്രിയായിട്ടിരുന്ന മനുഷ്യനാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു, അതുകൊണ്ട് കേരളത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞത് AK ആൻ്റണിയാണ്. LDF സർക്കാർ അധികാരത്തിലിരിക്കെ എളമരം കരിയും വ്യവസായ മന്ത്രിയായിരിക്കെ അന്ന് പ്രകീർത്തിച്ചത് AK ആൻ്റണിയാണ്. അപ്പോൾ അതിനുശേഷം 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരും ഒരുപാട് കാര്യങ്ങൾ മുൻപോട്ട് വച്ചിരുന്നു. പലതും നടന്നില്ലോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കണക്കെടുപ്പ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളം അത് നേരത്തെ സജഷനായിട്ടുണ്ടായിരുന്നു, അത് മുമ്പോട്ട് കൊണ്ടുപോയത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അതുപോലെ കൊച്ചി മെട്രോ അത് മുമ്പോട്ട് കൊണ്ടുപോയത്, അത് നേരത്തെ പല തർക്കങ്ങളും പല സംഭാഷണങ്ങളും ഉണ്ടായിരുന്നു, ചില ധാരണകളുണ്ടായിരുന്നു, പക്ഷേ അത് മുമ്പോട്ട് കൊണ്ടുപോയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അങ്ങനെ പല സംഗതികളിലും മുമ്പോട്ട്. വിഴിഞ്ഞം പ്രോജക്റ്റ് നേരത്തെ ഒരു കരാറുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ച AK ആൻ്റണിയാണ് അതിന് AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരിക്കും, പ്രതിരോധ മന്ത്രാലയത്തിന് തടസ്സം കൊണ്ടാണെന്ന് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് അദാനി ഗ്രൂപ്പുമായിട്ടുള്ളൊരു കരാറിലേക്ക് എത്തി. അങ്ങനെ പല കാര്യങ്ങളും അന്ന് മുമ്പോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് 2016 പിണറായി വിജയൻ സർക്കാർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച 1991-96 കാലത്ത് മൻമോഹൻ സിംഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളൊരു സങ്കല്പം വെച്ചുകൊണ്ട് ഈ ലൈസൻസ് രാജ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചൊരു സംഗതിയെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് സംസ്ഥാനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്നു, പല ഘട്ടങ്ങളിലൂടെ അത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ കാണുന്ന 2025 നമ്മളിരുന്ന് സംസാരിക്കുന്ന PU രാജീവ് വന്നിട്ട് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈ 5 കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ 4 കൊല്ലം കൊണ്ടോ നേടിയൊരു നേട്ടമല്ല. ഇത് കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ മാറി വന്ന സർക്കാരുകളിലൂടെ പല നയങ്ങൾ മാറ്റി. ഈ നയങ്ങളൊക്കെ എന്താ പറയുക, തൊഴിലാളികൾക്ക് സൗഹൃദപരമാണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഗുണകരമാണോ, ഇതൊക്കെ വേറെ ക്വസ്റ്റ്യനാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ മാറി വന്നതിന് ശേഷമാണ് നമ്മൾ ഈ നേട്ടം ആർജിക്കുന്നത്. അപ്പം നമ്മളിങ്ങനൊരു നേട്ടം ആർജിച്ചു, അത് നല്ലത് എന്ന് ശശി തരൂർ പറയുമ്പോൾ നമ്മളതിനെ പാടെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു വലിയ ചരിത്രത്തെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ K മുരളീധരനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഒക്കെ ഇതിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനെ കൂടിയാണ് തള്ളിക്കളയുന്നത്. അതൊരു നെഗറ്റീവ് അപ്രോച്ചാണ്. ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ ഒരു പോസിറ്റീവ് അപ്രോച്ചിൻ്റെ ആളാണ്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ കാര്യത്തിൽ. അത് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ കാണാനാണ് ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തെ സംബന്ധിച്ച് ശശി തരൂർ പറഞ്ഞ സംഗതിയെ അങ്ങനെ കാണാനാണ് ശ്രമിക്കേണ്ടത്. അതായിരിക്കും കോൺഗ്രസിനും UDFനും ഗുണകരമായിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇതിൽ അവർക്ക് ക്രെഡിറ്റ് എടുക്കാനുണ്ട്. അന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്ക് ക്രെഡിറ്റ് എടുക്കാനുണ്ട്. കാരണം 2 ഘട്ടങ്ങളിലെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് വ്യവസായ വകുപ്പിന് ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ AK ആൻ്റണി എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അവർക്ക് ക്രെഡിറ്റ് എടുക്കാനുണ്ട്. ഈ ക്രെഡിറ്റ് ഞങ്ങളുടെ കൂടി ക്രെഡിറ്റിൻ്റെ ബാക്കിയായിട്ടാണിത് സംഭവിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു എന്താ പറയുക, ആ ആർജവമുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനുള്ളൊരു ധൈര്യമുണ്ടല്ലോ, അത് മിസ് ചെയ്യുന്നതുകൊണ്ടാണ് സതീശനും K മുരളീധരനും രമേശ് ചെന്നിത്തലയൊക്കെ ഇപ്പോൾ തരൂർ എന്തോ വലിയ അപരാധം പറഞ്ഞു എന്നുള്ള മട്ടിൽ അതിനെ തള്ളിപ്പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഈ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയ വിഷയം എടുക്കുകയാണെങ്കിൽ, അമേരിക്കയിൽ പോയി അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുത്ത ശേഷം സന്ദർശിക്കുന്ന നാലാമത്തെ ഇതര രാജ്യത്തിൻ്റെ തലവൻ എന്ന രൂപത്തിലൊക്കെ വിശേഷണങ്ങൾ വരുന്നു. ആദ്യമേ മോഡിയും ട്രംപും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന രൂപത്തിലുള്ള വിശേഷണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അമേരിക്ക ഇന്ത്യക്കാരെ, അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ അടിമകളെപ്പോലെ ചങ്ങലയിൽ കെട്ടി തിരിച്ചയച്ച ആ ഒരു സാഹചര്യത്തിലാണ് മോഡി അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സാഹചര്യത്തിലാണ് മോഡി അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ പോയതിനെക്കുറിച്ച് ശശി തരൂർ പറയുന്നത്, നമ്മളിതാ നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ വിഷയം
ഈ കുടിയേറ്റക്കാരെ ഇങ്ങനെ മിസ്ട്രീറ്റ് ചെയ്ത വിഷയം തന്നെ ചിലപ്പോൾ ഒരു ക്ലോസ്ഡ് ഡോറിൻ്റെ അകത്ത് സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി അതിനൊക്കെ പുകഴ്ത്തി ആണ് ശശി തരൂർ സംസാരിക്കുന്നത്. ഇത് കേന്ദ്രത്തിലും കോൺഗ്രസിനെ വെട്ടിലാക്കുകയല്ലേ ചെയ്യുന്നത്. അതിലും ഞാൻ പറയുന്നത് വെച്ചാൽ കോൺഗ്രസ് അവരുടെ ഒരു ഇനീഷ്യൽ പോളിസികൾ എന്തായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശശി തരൂർ സംസാരിക്കുന്നത് നമ്മളേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇപ്പോൾ, അതായത് നരേന്ദ്രമോദി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കണ്ട് സംസാരിച്ച് ധാരണയാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുക. ഒന്ന്, പ്രതിരോധ സഹകരണ കരാർ അടുത്ത ഒരു സർട്ടൻ ടെനൂറിലേക്ക് 10 വർഷത്തേക്കാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ആ സംയുക്ത പ്രസ്താവന വായിച്ചതിൻ്റെ ഓർമ്മയിലാണ് പറയുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ധാരണയിലെത്തുന്നു. രണ്ടാമത്തത്, ആണവ സഹകരണ കരാറിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട നിയമ ഭേദഗതികൾ ഇന്ത്യയിൽ ചെയ്യാം എന്നുള്ളൊരു സജഷൻ വയ്ക്കുന്നു. അതിനോട് അമേരിക്ക പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളത് വ്യാപാരമാണ്, ട്രേഡാണ്. ട്രേഡ് സംബന്ധിച്ച് എന്താ സംഭവിക്കുന്നത്? അമേരിക്ക പറയുന്നത് നിങ്ങൾ കൂടുതൽ നികുതി ചുമത്തുകയാണെങ്കിൽ ഞങ്ങളും കൂടുതൽ നികുതി ചുമത്തും എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇന്ത്യ ചുമത്തുന്ന നികുതിക്ക് ആനുപാതികമായിട്ട് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി ചുമത്തും. ഇത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള സംഗതികളാണ്. അതായത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നതല്ല, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് രണ്ടായിട്ടുള്ള സംഗതികളാണ്. പക്ഷേ ഇതിനകത്തൊരു നേരത്തെ മുതലുള്ള ഈ ട്രേഡ് എഗ്രിമെൻറ്റുകളുടെ ഭാഗമായിട്ട് നികുതി ചുങ്കങ്ങൾ ഏകീകരിക്കുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതാണ് ട്രംപ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ട്രേഡ് അഗ്രിമെൻറ്റുകളിലേക്ക് ഇന്ത്യ ഏത് ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്താണ്, UPA സർക്കാരുകളുടെയോ അതിനു മുമ്പത്തെയോ കോൺഗ്രസ് സർക്കാരുകളുടെ കാലം മുതലാണ് നമ്മൾ ഈ ട്രേഡ് അഗ്രിമെൻറ്റുകളിലേക്ക് ചുങ്കം ഏകീകരിക്കുന്നതിന്, കമ്പോളം ഏകീകരിക്കുന്നതിനൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലാണ്. അതിനെക്കുറിച്ചാണ് ട്രംപ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാ രാജ്യങ്ങളും തമ്മിലൊരു നികുതി നിരക്കുകളുടെ കാര്യത്തിൽ ഒരു ഏകീകരണം വേണം. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതിന് ആനുപാതികമായിട്ടുള്ള നികുതി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളും തികത്തും. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ ജനറൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ പോളിസീസ് തന്നെയാണ് ഈ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടുണ്ടായതെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് മാത്രമല്ല, 2009-10 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ശശി തരൂർ ഉണ്ടായിരുന്നത്. 2008 ഇന്ത്യ US ന്യൂക്ലിയർ എഗ്രിമെൻറ്റിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവയ്ക്കുന്നത്. അതിനുവേണ്ടി വലിയ തോതിലുള്ള എന്താ പറയുക ഡയലോഗ് നടത്തിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. പ്രണബ് മുഖർജി എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ US ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് പ്രാബല്യത്തിലാക്കുന്നതിന് വേണ്ടി അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിനൊക്കെ മറികടന്നുകൊണ്ട് ആ ഒരു ഗോൾ ആർജിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അമേരിക്കയുമായിട്ട് ഏറ്റവും അധികം ക്ലോസ് റിലേഷൻ ഉണ്ടാക്കിയത്, ഇന്ത്യ ഏറ്റവും അധികം ക്ലോസ് റിലേഷൻ ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. 1998 രണ്ടാം പൊഖ്റാൻ നടന്നതിന് ശേഷം ഇന്ത്യക്ക് മേൽ അമേരിക്ക വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധത്തിൻ്റെ സാഹചര്യം മറികടന്നുകൊണ്ട് ഇന്ത്യ അമേരിക്കയായിട്ടുള്ള വലിയ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും അധികം മുൻകൈ എടുക്കുന്നത് ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളത് വേറെ കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ സംസാരിക്കാം. പക്ഷേ ആ ബന്ധം ഇവോൾവ് ചെയ്തെടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ നടന്നത്. അന്ന് ഈ പറയുന്ന ഈ ആണവ സഹകരണ കരാറെന്ന് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്ന സംഗതി ഒരു സമഗ്ര പ്രതിരോധ കരാറായിട്ടാണ് മുമ്പോട്ട് വയ്ക്കപ്പെട്ടത്. ജോർജ് W. ബുഷ് രണ്ടാമൻ മൻമോഹൻ സിംഗ് തമ്മിൽ ഒപ്പുവയ്ക്കുന്നത് ഒരു സമഗ്ര പ്രതിരോധ സഹകരണ കരാറാണ്. ആ കരാറിൻ്റെ ഭാഗമായിരുന്നു ഈ പറയുന്ന സിവിലിയൻ ആണവ സഹകരണ കരാർ. അന്ന് തുടങ്ങിയത് അത് തന്നെയാണ് ഇപ്പോഴും മോദി പോയിട്ട് ഡൊണാൾഡ് ട്രംപിനോട് സംസാരിക്കുന്നത്. നമ്മൾ പ്രതിരോധ സഹകരണ കരാർ മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് പറയും മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ച് അവിടുത്തെ ആയുധ കമ്പനികളുടെ കച്ചവടം നടക്കാൻ പാകത്തിലുള്ള ഒരു വലിയ കമ്പോളമാണ് ഇന്ത്യ. അതുകൊണ്ട് ട്രംപ് സമ്മതിക്കും. രണ്ടാമത്തത് ന്യൂക്ലിയർ എഗ്രിമെൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് അമേരിക്കൻ കമ്പനി GE ആണെങ്കിലും വെസ്റ്റേൺസ് ആണെങ്കിലും മിത്സുബിഷി ആണെങ്കിലും അങ്ങനെയുള്ള പല കമ്പനികളുണ്ട്. ഈ കമ്പനികളിൽ നിന്ന് ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ത്യയിലേക്ക് സ്ഥാപിക്കണ്ടേ എന്ന് ട്രംപ് ചോദിക്കുമ്പോൾ അതിന് പാകത്തിന് നിയമം മാറ്റിക്കൊടുക്കാം എന്ന് മോദി പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്രിമെൻ്റ് അവിടെ നേരത്തെ ഉണ്ട്.
ആ എഗ്രിമെൻറ്റ് നടപ്പാവണമെങ്കിൽ ഈ നിയമം മാറ്റി കൊടുക്കണം. അപ്പോൾ ശശി തരൂരിൻ്റെ കാഴ്ചപ്പാടിൽ, ഞാൻ ശശി തരൂരിൻ്റെ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. അദ്ദേഹം നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായിരുന്നല്ലോ, ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറിയോ മറ്റോ ആയിരുന്നു അദ്ദേഹം, അണ്ടർ ജനറൽ സെക്രട്ടറി. അപ്പോൾ അണ്ടർ ജനറൽ സെക്രട്ടറി, ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ തന്നെ അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണ്. നമ്മൾ എന്തൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ളൊരു സ്ഥാപനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അണ്ടർ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും ഒരു അമേരിക്കൻ പോളിസി എന്താണ്, അമേരിക്കയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നന്നായിട്ട് മനസ്സിലാവും. അതുതന്നെയാണ് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കൂടെ ഭാഗമായിരുന്ന, പല ഘട്ടങ്ങളിൽ ഭാഗമായിരുന്ന UPA സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയിരുന്നൊന്നും അദ്ദേഹത്തിനറിയാം. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശശി തരൂരിന് നല്ലോണം കഴിയും. അതിപ്പോൾ VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ കെ മുരളീധരനോ പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. ഞാൻ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ശശി തരൂരിന് അത് വേഗത്തിൽ മനസ്സിലാവും. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് വേഗം അക്സെപ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ് ശശി തരൂർ നൽകുന്നത് എന്ന് നമ്മൾ കാണുന്നതിലാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ അവിടെ നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കുള്ള ഒരു പിന്തുണയല്ല ശശി തരൂർ കൊടുക്കുന്നത്. നേരത്തെ മുതൽ തന്നെ കോൺഗ്രസും ശശി തരൂർ തന്നെയും മുന്നോട്ട് വച്ചിരുന്ന ഒരു പോളിസികൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നു മോഡി എന്നുള്ളതിലേക്കാണ് അദ്ദേഹം അതിനെ സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് നരേന്ദ്രമോദി ഇങ്ങനെ ചിലർക്ക് വിദേശകാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലേ വലിയ ആളാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന സമയത്ത് ഞാനിത് ശശി തരൂരിനോടല്ല പറയുന്നത് എന്ന് പറഞ്ഞൊരു കൊട്ടു കൊടുക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കെ മുരളീധരൻ ഇത് പ്രസ്താവനയ്ക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് അദ്ദേഹം വലിയ അന്താരാഷ്ട്ര പൗരനല്ലേ, ഞങ്ങളൊന്നും അറിവില്ലാത്ത ചെറിയ ആളുകളല്ലേ എന്നുള്ള രൂപത്തിലൊക്കെയാണ്. അപ്പോൾ ശശി തരൂരിൻ്റെ ഈ ഒരു എക്സ്പോഷർ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കോൺഗ്രസിൻ്റെ ഒരു പരിധി ഇതിലൊക്കെ വ്യക്തമാകുന്നുണ്ടോ? അതിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആ പരാമർശം ഞാനത് ശ്രദ്ധിച്ചിരുന്നു. അതായത് രാഹുൽ ഗാന്ധി ഈ ചൈനയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നതിനെ പരാമർശിച്ചിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പറയുന്നത്. ശശി തരൂർ ഉദ്ദേശിച്ചില്ല ഞാനിത് പറയുന്നതെന്ന് പറയുന്നത്. അവരത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് BJP അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ശശി തരൂരിനെ പോലൊരാൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ലതാണ് എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രസൻറ്റബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരു ലീഡർ എന്നുള്ള നിലയിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ വാക്കുകളിലൂടെ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര സ്പിയറിൽ ഇപ്പോൾ S ജയശങ്കറാണ് അവർക്ക് ഏറ്റവും അധികം ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, പഴയ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുന്ന 2 ടേമായിട്ട് ഇപ്പോഴും വിദേശകാര്യമന്ത്രിയായിട്ട് തുടരുന്ന S ജയശങ്കറിനെയാണ് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്, അവസാനത്തെ വാക്ക്. ഇപ്പോൾ നമ്മൾ UPA കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒരു ഡെഫിനറ്റ് ബെറ്റായിരുന്നു. ബരാക്ക് ഒബാമയാണെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ടോണി ബ്ലെയർ ആണെങ്കിൽ, A or B എല്ലാ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലും ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനറ്റ് ബെറ്റായിരുന്നു. എല്ലാവർക്കും സ്വീകാര്യനായ, ഏത് നിലയ്ക്കും, അത് എക്കണോമിക്സ് ആണ് എക്കണോമിക്സ്, വിദേശകാര്യമാണ് വിദേശകാര്യം, മറ്റേത് ലെവലിലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. നമുക്ക് മൻമോഹൻ സിംഗിനെ കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അത് വേറെ പ്രശ്നം. സെക്കൻഡ്, അന്നത്തെ വിദേശകാര്യ സെക്രട്ടറിമാരുടെ നിര നിങ്ങളെടുത്ത് നോക്കൂ. ശിവശങ്കർ മേനോൻ ഉണ്ടായിരുന്നു, സുജാത ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ടോപ്പ് ലെവൽ എക്സ്പോഷറുള്ള ആളുകളൊന്നുണ്ടായിരുന്നു. സെക്കൻഡ് ലെയർ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രണബ് മുഖർജി ഉണ്ടായിരുന്നു, വിദേശകാര്യമന്ത്രിയായിരുന്നു പ്രണബ് മുഖർജി. നട്വർ സിംഗ് ഉണ്ടായിരുന്നു. നട്വർ സിംഗിനെ കുറിച്ച് പിന്നീട് അലിഗേഷൻസ് ഒക്കെ വന്നു, പക്ഷേ എങ്കിലും നട്വർ സിംഗ് ഉണ്ടായിരുന്നു. നട്വർ സിംഗിനും ഈ എബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ശശി തരൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള ഈ നേതാക്കളൊക്കെ ആയിട്ട് വളരെ എളുപ്പത്തിൽ സംവദിക്കാൻ കഴിയുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇൻ്റർനാഷണൽ എക്സ്പോഷർ എടുത്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഇൻ്റർനാഷണൽ എക്സ്പോഷർ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോഴാണ് ഭയങ്കര ഗംഭീരമായിട്ട് നമുക്ക് തോന്നുക. അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കറിയില്ല എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അതറിയില്ല എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ആരാളുള്ളത്? അജിത് ദോവൽ. വിദേശകാര്യ സെക്രട്ടറി ആരാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നമ്മളുടെ മുമ്പിലേക്ക് ഇതാണ് ശിവശങ്കർ മേനോനെ പോലെയോ സുജാതയെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ വിദേശകാര്യ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിൽ? നമുക്കറിയില്ല. ഇപ്പോൾ ജയശങ്കർ ഓഫ് കോഴ്സ് ചെറിയ കാലത്ത് ജയശങ്കറിനെ നമ്മൾ കേട്ടുന്നു, അതിനുശേഷം അദ്ദേഹം വിദേശകാര്യമന്ത്രി. എന്നാൽ പോലും ആ ഒരു എലഗൻസ് അദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. ഈ ഒരു വാക്വം അവിടെയുണ്ട്. അവിടേക്ക്
BJP എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പേരായിരിക്കും ഒരുപക്ഷെ ശശി തരൂർ. അവർക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം. ആ എക്സ്പെക്റ്റേഷൻ മോശമല്ല എന്ന് ഞാൻ പറയും. പക്ഷേ ശശി തരൂർ ആ ട്രാപ്പിൽ വീഴും എന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. ശശി തരൂരിൻ്റേതായ പൊളിറ്റിക്കൽ ആസ്പിറേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിലെങ്കിലും നമ്മൾ ഒരു എന്താ പറയുക, ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ ശശി തരൂരിനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ സവിശേഷ സാഹചര്യം വെച്ചുകൊണ്ട് സതീശനോ VD സതീശനോ അല്ലെങ്കിൽ K മുരളീധരനോ രമേശ് ചെന്നിത്തലയോ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അവർക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സെനാരിയോയിൽ ഒരു മുന്നോട്ട് പോവുക, കേരളത്തിൻ്റെ അധികാരം UDFന് വേണ്ടി തിരിച്ചു പിടിക്കുക, ഇതാണ് അവരുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. അപ്പോൾ അതിന് വിഘാതമായിട്ട് വരുന്നു ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. വ്യവസായ നയത്തെ ശശി തരൂർ പ്രശംസിക്കുമ്പോൾ അത് കേരള സർക്കാരിനുള്ളൊരു അംഗീകാരമായിട്ട് മാറുമോ എന്നുള്ള ചോദ്യം അവരുടെ മുമ്പിലുണ്ട്. നരേന്ദ്രമോദി ട്രംപിനെ കണ്ടിട്ട് നടത്തിയ കൂടിക്കാഴ്ചയെ ശശി തരൂർ അംഗീകരിക്കുമ്പോൾ അത് ഇവിടുത്തെ ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ആശങ്ക അവർക്കുണ്ട്. ആ ആശങ്കയാണ് അവർ പങ്കുവയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ കുറേം കൂടെ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ഇതിനെ കുറേ കൂടെ പോസിറ്റീവായിട്ട് സമീപിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശശി തരൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ കോൺട്ര ആയിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ സമയത്ത് പാർലമെൻറ്റിൽ പ്രതിപക്ഷം ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വേണ്ട, നമുക്ക് ഡിസ്കഷൻ ഉള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ള രൂപത്തിൽ ശശി തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി ഖാർഗെക്കെതിരെ മത്സരിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല രൂപത്തിലും കോൺഗ്രസ്സിലെ ചില മുതിർന്ന നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തുന്ന പ്രകടനമല്ല ശശി തരൂർ പലപ്പോഴും നടത്തുന്നത്. ശശി തരൂരിന് ഇതിലെന്തെങ്കിലും, അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ താൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനം കിട്ടുന്നില്ല എന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴികൾ തേടണമെന്നുള്ള എന്തെങ്കിലും ഒരു ചിന്തകൾ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടോ? അല്ല, അതിൽ ഡെഫിനറ്റ്ലി ആ ഒരു സാധ്യത അവിടെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, UN അണ്ടർ സെക്രട്ടറി ജനറൽ, അത് കഴിഞ്ഞിട്ട് നേരെ കേരളത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് MP. നമ്മൾ ആരും അത്രത്തോളം പരിചയമല്ലാതിരുന്ന, കേരളത്തിൽ മത്സരിക്കുമെന്ന് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതിരുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ ആശീർവാദത്തോടെ തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിക്കുകയും MP ആവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം നേരെ കേന്ദ്ര സഹമന്ത്രിയാവുന്നു അധികം വൈകാതെ. അപ്പോൾ എന്ന് വെച്ചാൽ പൊസിഷൻസ് അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പൊസിഷൻസിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് തിരുവനന്തപുരത്ത് നടന്നൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അദ്ദേഹമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ അദ്ദേഹം ഈ പ്രേക്ഷകരുടെ അവിടെ സദസ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്, ഞാനിപ്പോൾ അധികാരത്തിലില്ല, അതുകൊണ്ട് നിങ്ങളെന്നെ അങ്ങനെ ബ്ലെയിം ചെയ്യരുത്, നിങ്ങൾ എന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഞാനിത് ഡെലിവർ ചെയ്യാം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഐ ആം സപ്പോസ് ടു ബി ഇൻ പവർ, അല്ലെങ്കിൽ ഞാൻ പവറിലുണ്ടെങ്കിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയും എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ഡെഫിനറ്റ്ലി ഒരു പൊസിഷൻ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ നാഷണൽ സിനാരിയോയിൽ അദ്ദേഹം ഒരുപക്ഷെ അത് കാണുന്നുണ്ടാവില്ല. നാഷണൽ സിനാരിയോയിൽ വേറൊരു പോസിബിലിറ്റി അദ്ദേഹം ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതുവരെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം BJPയിലേക്ക് മാറിയൊരു പൊസിഷൻ സ്വീകരിക്കുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പാടുള്ള ഒരു സിഗ്നലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ അദ്ദേഹം മറ്റു രീതിയിൽ ചില താല്പര്യങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഐഡിയോളജിക്കലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ രാജിയാകുന്ന ആളുമല്ല. ഐഡിയോളജിക്കലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിയാകുന്ന ഒരാളുമല്ല. BJP ആയിട്ട് രാജിയാകുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഐഡിയോളജിക്കലി അത് പ്രയാസമുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഒക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ഐഡിയോളജിക്കലി അദ്ദേഹം രാജിയാകും എന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ വയ്യ. മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ വന്നില്ല എങ്കിൽ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ പലതരത്തിലെ ED, ഇൻകം ടാക്സ്, അങ്ങനെ പലതരത്തിലെ സംഗതികൾ വെച്ചുകൊണ്ട് ആളുകളെ മാറ്റുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുപിടി. ഇപ്പോൾ തൽക്കാലം ഒന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിലില്ല. ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ട സമയത്ത് പോലും അദ്ദേഹം മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനി മാറും എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഘട്ടത്തിൽ അത്ര റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ളൊരു പൊസിഷനിലല്ല ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നാം. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ ചില താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്.
അദ്ദേഹം സ്റ്റേറ്റ് ലീഡർഷിപ്പിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് തോന്നിയപ്പോൾ തന്നെ മറ്റു ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടായി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് ഇൻവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് മുൻപോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ അതിന് മാർക്കറ്റ് ഉണ്ടാകാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും. കാരണം കംപ്ലീറ്റ് നെഗറ്റീവ് പൊളിറ്റിക്സാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2021 എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് നെഗറ്റീവ് പൊളിറ്റിക്സ് അവർ പ്ലേ ചെയ്തു എന്നുള്ളതിൻ്റെ ബാക്കി കൂടിയായിരുന്നു. കേരളം അങ്ങനെ ഇത് ബൈ ചെയ്യുന്നില്ല. ഇപ്പോൾ മുൻകാലത്ത് നെഗറ്റീവ് പൊളിറ്റിക്സ് ബൈ ചെയ്തിരുന്ന പോലെ കേരളം ഇത് ബൈ ചെയ്യുന്നത്. കേരളം ബൈ ചെയ്യാത്തതിൻ്റെ കാര്യം പുതിയ ജനറേഷനാണ്, അവർക്ക് പുതിയ കാഴ്ചപ്പാടാണ്, അതുകൊണ്ട് അവരത് ബൈ ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പോൾ അദ്ദേഹം അതൊരു പക്ഷേ മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം അദ്ദേഹം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്, പുതിയ സംഗതികൾ വായിക്കുന്ന ആളാണ്, പുതിയ ജനറേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നെഗറ്റീവ് പൊളിറ്റിക്സിന് ഇടമില്ല എന്ന് അദ്ദേഹം ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചും നരേന്ദ്രമോദി ട്രംപ് കൂടിക്കാഴ്ചയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാൻ ശ്രമിക്കുന്നത് ഇതിനെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ കാണൂ. ഈ രണ്ട് ആസ്പെക്റ്റിലുമുള്ള പോസിറ്റീവ് ഔട്ട്ലുക്കിൻ്റെ എന്താ പറയുക അവകാശം കോൺഗ്രസിനും UDFനുമാണ് എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതിനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. അത് അദ്ദേഹം ആഗ്രഹിക്കുന്ന വിധത്തിലൊരു പൊസിഷനിലേക്കൊക്കെ അദ്ദേഹത്തെ നയിക്കും എന്നൊക്കെ അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ടാവും. ആ കണക്കൂട്ടിൽ ഒരുപക്ഷെ ഈ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നതായിരിക്കും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കോൺട്രവേഴ്സി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. ശശി തരൂർ ഒരു നല്ല ഇൻ്റർനാഷണൽ എക്സ്പോഷറുള്ള നേതാവാണ്. അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പക്ഷേ അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നിലവിലുള്ള നയങ്ങളോടും നിലവിലുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങളോടൊക്കെ വിരുദ്ധമായി മാറുകയാണ്. അതുകൊണ്ടാണിത് വിവാദമാകുന്നതും. ഇതിൻ്റെ ഫലങ്ങൾ, അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.